ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടാരോട്ട് റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ് ടുവേർഡ്സ് യു ആൻഡ് തേർഡ് പാർട്ടി. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നിങ്ങളുടെ എനർജി വൈബ്രേഷൻ ഈ ഒരു റീഡിങ്ങുമായി കണക്ട് ചെയ്യുക. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ പേര് ഒരു 3 പ്രാവശ്യം മനസ്സിൽ പറയുക. പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യം നമുക്ക് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് ദ സ്റ്റാർ കാർഡാണ്. ചില കാർഡുകളുടെ പിക്ചേഴ്സ് നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റില്ല. ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്റ്റാർ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ അവർക്കൊരു ഹീലിംഗ് എനർജി ആണ് എന്നാണ്. അതായത് അവരുടെ ഒരു പ്രതീക്ഷ, കാംനെസ്, ട്രസ്റ്റ്, വിശ്വാസം എല്ലാം തന്നെ അവർക്ക് ഇപ്പോഴും നിങ്ങൾ തന്നെയാണ് എന്ന് കാണിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യൂ കാണിക്കുന്ന ഒരു കാർഡാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു കാർഡ്. ടാരോട്ട് എനർജിയിലെ വളരെ മനോഹരമായ ഒരു ഫെമിനൈൻ എനർജിയെ സൂചിപ്പിക്കുന്ന കാർഡാണ് ക്യൂൻ ഓഫ് കപ്സ്. ഒരു ജെനുവിൻ ഇമോഷണൽ കെയർ, അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അവർ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ സ്പേസ് ആയിട്ട് തന്നെ കാണുന്നു എന്ന് കാണിക്കുന്നു. ഇത് ശരിക്കും ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളൊരു അട്രാക്ഷൻ ബേസ്ഡ് അല്ല, ശരിക്കും ഹാർട്ട് ബേസ്ഡ് ആയിട്ടുള്ളൊരു ബോണ്ടാണ് എന്നത് സൂചിപ്പിക്കുന്നു. അവരോട് ഇത്രയും സ്നേഹത്തോടെയും കരുതലോടും കൂടെ നിന്ന ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് അവർ മനസ്സിലാക്കുന്ന ഒരു സമയം. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ഒരു ലോങ് ടേം ഇൻറ്റൻഷനെ സൂചിപ്പിക്കുന്നു. 10 ഓഫ് പെൻറ്റക്കിൾസ്. ഒരു സ്റ്റെബിലിറ്റി, ഫാമിലി എനർജി, ലോങ് ടേം സെക്യൂരിറ്റി ഒക്കെ ഉള്ളൊരു ബന്ധമായിരുന്നു നിങ്ങൾ തമ്മിൽ. നിങ്ങളെ അവർ ശരിക്കും ഒരു സെറ്റിൽഡ് ലൈഫ് പാർട്ട്ണർ പൊട്ടൻഷ്യലായിട്ട് തന്നെ കാണുന്ന ഒരു എനർജിയാണ്. എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ അവരോടുള്ള ആ ഒരു സ്നേഹത്തിന് യാതൊരു മാറ്റവും വരില്ല എന്ന ഒരു അടിയുറച്ച വിശ്വാസം അവർക്കിപ്പോഴുമുണ്ട്. ഈ ഒരു എനർജി കാണിക്കുന്നത് ഇതൊരു ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബന്ധം, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതേപോലെ ജീവിച്ച ആളുകളുടെ എനർജിയാണ് ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. വളരെ ഡീപ്പായിട്ടുള്ള ഒരു ബന്ധം. അവരുടെ ഒരു മെൻ്റൽ സൈഡിലേക്ക് നോക്കുമ്പോൾ വന്നിരിക്കുന്ന കാർഡ് കിങ് ഓഫ് സോർട്സ് ആണ്. അതായത് ഇമോഷൻസിനെ ഇപ്പോഴും സപ്രസ് ചെയ്ത് വെക്കുന്നു. കൺട്രോൾ ആൻഡ് ലോജിക്. ഫീലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഓപ്പൺലി എക്സ്പ്രസ് ചെയ്യാൻ കുറച്ച് റിസർവ്ഡ് ആണ്. ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നത് തന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതാണ്. ചില കാര്യങ്ങൾ സ്നേഹം മനസ്സിൽ വെച്ച് ഒന്നും എക്സ്പ്രസ് ചെയ്യാതെ അങ്ങനെ കൊണ്ടു നടക്കുന്ന കുറച്ച് ആളുകൾ. ഇത് അതിൻ്റെ കൂടെ നിൽക്കുന്ന ഓപ്പോസിറ്റ് ആൾക്ക് എന്തുമാത്രം മെൻ്റൽ സ്ട്രെസ് നൽകുന്നു, അല്ലെങ്കിൽ അതിനൊരു ക്ലാരിറ്റി ഇല്ലാതെ അവരിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥയൊന്നും ഇവർക്ക് മനസ്സിലാകില്ല. ചില ആളുകളുടെ ക്യാരക്ടർ തന്നെ ഇൻട്രോവർട്ട് എന്ന് പറയുന്ന ഒരു മോഡായിരിക്കാം. അവരുടെ കൂടെയുള്ള ആ ഒരു പാർട്ട്ണറിന് ഓവർ തിങ്ക് മോഡും. നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ വളരെ ജെന്യുവനായിട്ടുള്ള ഇമോഷൻസ് ഒക്കെ ഉണ്ട്. റെസ്പെക്റ്റ് തോന്നുന്നുണ്ട് നിങ്ങളോട്. നിങ്ങൾ കൊടുത്ത സ്നേഹം, കരുതൽ, കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ലോങ് ടൈം പൊട്ടൻഷ്യലായിട്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ കാണുന്നു. സ്റ്റെബിലിറ്റി, വൈബ്രേഷൻ എല്ലാം തന്നെ ഉള്ള ഒരു ബന്ധമായിട്ട് തന്നെ അവർ കണക്കാക്കുന്നുണ്ട്. അതിൻ്റെ ബഹുമാനം അവർ കൊണ്ടും താനും. എത്രയൊക്കെ തേർഡ് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞാലും ശരിക്കും അവർക്ക് നിങ്ങളോടുള്ള ഒരു ബോണ്ട് വളരെ സേഫ് ആൻഡ് മീനിങ് ഫുൾ ആണ് എന്ന് ഈ ഒരു എനർജി കാണിച്ചു തരുന്നു. നെക്സ്റ്റ് നമുക്ക് തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് മജീഷ്യൻ കാർഡാണ്. ഒരു ഇനിഷ്യൽ അട്രാക്ഷനെ സൂചിപ്പിക്കുന്നു. മജീഷ്യൻ വരുമ്പോൾ തന്നെ ഒരു ചാം, അട്രാക്ഷൻ, കെമിസ്ട്രിയാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ന്യൂ ഇമോഷണൽ സ്പാർക്ക്. ഇതൊരു പുതിയ എക്സൈറ്റ്മെൻറ്റ് വൈബായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ബന്ധത്തിൽ ശരിക്കും 5 ഓഫ് സോർട്സ് കാണിച്ചു തരുന്നത് ഒരു ഈഗോ ക്ലാഷസ് അവർക്കിടയിലുണ്ട്. മാനിപ്പുലേഷൻ, മൈൻഡ് ഗെയിംസ് ഇതെല്ലാം തന്നെ. നിങ്ങളൊരു ക്യൂൻ ഓഫ് കപ്സിൽ നിന്നുകൊണ്ട് ശരിക്കും യഥാർത്ഥമായ സ്നേഹം കൊടുത്തിരുന്നു എങ്കിൽ തേർഡ് പാർട്ടിയുടെ ആ ഒരു എനർജിയിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും മാനിപ്പുലേഷൻ, ചില സത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടുള്ള ആ ഒരു മൈൻഡ് ഗെയിംസ് ഇതൊക്കെ അവിടെ നടക്കുന്നതായിട്ട് തന്നെ കാണിക്കുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഫൂൾ കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു ഇമ്മച്ചുറായിട്ടുള്ള ഒരു എനർജിയാണ്. കെയർലെസ് ഡിസിഷൻസ്, ഇമ്പൾസീവായിട്ടുള്ള ബിഹേവിയർ. ഈ വന്നിരിക്കുന്ന കാർഡുകളുടെ എല്ലാം തന്നെ കോംബോ സൂചിപ്പിക്കുന്നത് ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉള്ള ഒരു ബന്ധമല്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും അതുപോലെ തന്നെ തേർഡ് പാർട്ടി ആണെങ്കിലും ഒരു ഫൺ മൂഡ് അല്ലെങ്കിൽ ത്രിൽ, ഈഗോ ഡ്രിവൺ കണക്ഷൻ ഇങ്ങനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സൈഡിൻ്റെ ഒരു സമ്മറി നോക്കുമ്പോൾ അവർ തമ്മിൽ ശരിക്കും ഒരു അട്രാക്ഷനൊക്കെ ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. പക്ഷേ സ്റ്റെബിലിറ്റി ഇല്ല. ഇമോഷണൽ ഡെപ്ത് വളരെ വീക്കാണെന്ന് കാണിക്കുന്നു. അവർ തമ്മിലുള്ള ഒരു തർക്കങ്ങൾ, കോൺഫ്ലിക്റ്റ് ഇതെല്ലാം തന്നെ പ്രോബബിലിറ്റി വളരെ ഹൈ ആണെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളെയും തേർഡ് പാർട്ടിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലേക്ക് ശരിക്കും ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഡെപ്ത് വളരെ കൂടുതലാണ് എന്ന് കാണിക്കുന്നു. ആഴത്തിലുള്ള ബന്ധം. എന്നാൽ തേർഡ് പാർട്ടിയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പ്രയോറിറ്റി അട്രാക്ഷനാണ്, അട്രാക്ഷൻ സ്പാർക്ക്. പക്ഷേ സ്റ്റെബിലിറ്റി മോഡ് എന്ന് പറയുന്നത് താങ്കളുടെ ഭാഗത്താണ്. തേർഡ് പാർട്ടിയിലേക്ക് പോകുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ്, ലോങ് ടേം പൊട്ടൻഷ്യൽ വരുന്ന ബന്ധവും നിങ്ങൾ തമ്മിലാണ്. തേർഡ് പാർട്ടിയോടുള്ളത് ശരിക്കും ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു വൈബാണെന്ന് കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈഗോയുടെ പ്രശ്നവും അവിടെ കാണിക്കുന്നുണ്ട്.
ആരാണ് വലുത് എന്ന ഒരു മത്സര ബുദ്ധി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളാണ് ഒരു ഹീലിംഗ് എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തി. തേർഡ് പാർട്ടിക്ക് ശരിക്കും ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു അട്രാക്ഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെയും വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു ഹൃദയവും അതുപോലെ തന്നെ അത് നിറച്ച് സ്നേഹവും ഹീലിംഗും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു ഇല്യൂഷൻസിലൊക്കെ പെട്ട് അവരൊരു തേർഡ് പാർട്ടി ബന്ധത്തിലേക്ക് നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ വില ശരിക്കും ഡിവൈൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരാൾക്ക് ഒരാളെ ഹീല് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാൻ പറ്റുക, എപ്പോൾ വേണമെങ്കിലും ഒരുപാട് സ്നേഹമുള്ള ഒരു വീട്ടിലേക്ക് വന്ന് കയറുന്നത് പോലെ വന്ന് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതാകാൻ നിങ്ങളെപ്പോലൊരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലേക്ക് വരുന്ന ബന്ധമാണ് നിങ്ങൾക്ക് ആവശ്യം. നിങ്ങളുടെ ഈ ഒരു സ്നേഹം തന്നെയാണ് അവരുടെ ആത്മവിശ്വാസവും. എവിടെ എങ്ങനെയൊക്കെ പോയാലും തിരിച്ചു വരുമ്പോൾ നിങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കും എന്നുള്ള അമിതമായിട്ടുള്ള ആത്മവിശ്വാസം. കാരണം ബന്ധത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം, യാചിച്ചിട്ടുണ്ടായിരിക്കാം, എന്നെ വിട്ടു പോകരുത്, എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അവരുടെ പുറകെ നടന്നിട്ടുണ്ടാകാം. മനസ്സിലാക്കൂ, ആദ്യം ചേസിങ് നിർത്തുക. നിങ്ങൾ ചേസ് ചെയ്ത് പുറകെ ചെല്ലുന്നതാണ് അവരുടെ എനർജി. തേർഡ് പാർട്ടിയുടെ പുറകെ പോയിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും യാചിച്ച് പുറകെ ചെല്ലുന്നുണ്ടെങ്കിൽ തികച്ചും 1% ആളുകൾ മാത്രമാണ് നമ്മുടെ ആ ഒരു സ്നേഹം മനസ്സിലാക്കി തേർഡ് പാർട്ടിയെ വിട്ട് നമ്മളിലേക്ക് തിരികെ വരുന്നത്. ബാക്കി 99% ആളുകളും ആ ഒരു ബന്ധത്തിൽ പോയി പെട്ട് ആ ബന്ധത്തിലെ ആ ഒരു വരും വരായികകളെല്ലാം തന്നെ സ്വയം സഹിച്ച് ഗതികെട്ട് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി മടങ്ങി വരേണ്ടിയിരിക്കുന്നു. എന്തിനും ഏതിനും കർമ്മ എന്നൊരു കാര്യമുണ്ട്. ആ ഒരു കർമ്മഫലം അനുഭവിച്ച് തീരാതെ ആ ഒരു സോളിന് അവിടെ നിന്ന് മോചനമില്ല. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകാം, എനിക്ക് മാത്രം എന്താണ് ഇത്രയും സങ്കടം, എൻ്റെ ബന്ധത്തിൽ മാത്രം എന്താണ് ഇങ്ങനെയും പരീക്ഷണങ്ങൾ. മനസ്സിലാക്കുക, ഇതെല്ലാം തന്നെ നമ്മളുടെ ജാതകവശാൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്രഹസ്ഥാനങ്ങളുടെ ആ ഒരു വേരിയേഷൻ മൂലം നമുക്ക് വന്നു ഭവിക്കുന്നതാണ്. രാഹു, ശനി, കേതു എന്നീ ഗ്രഹങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ നമ്മൾ പെട്ടുപോകും. ബന്ധങ്ങളിൽ ശരിക്കും പരീക്ഷണങ്ങൾ സൃഷ്ടിക്കുന്ന ഗ്രഹങ്ങളാണ് ഇവയെല്ലാം. നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണറിനും ഇതൊരു പരീക്ഷണ കാലഘട്ടമാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഈ ഒരു എനർജി കമ്പാരിസൺ നോക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാവുന്നുണ്ട്, നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ സ്നേഹം ശരിക്കും ഗ്രൗണ്ടഡ് ആണ്. അതുപോലെ തന്നെ മീനിങ് ഫുൾ ആയിട്ടുള്ള വളരെ നിഷ്കളങ്കമായ ഒരു സ്നേഹത്തെ സൂചിപ്പിക്കുന്നു. തേർഡ് പാർട്ടിയിലേക്ക് പോകുമ്പോൾ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റൽ പരീക്ഷണാർത്ഥം തുടങ്ങിയ ഒരു ബന്ധം, അതായത് ഒരു പരീക്ഷണ കാലഘട്ടം കഴിയുന്ന സമയത്ത് ആ ഒരു ബന്ധം വൈൻഡപ്പ് ആകാനുള്ള ചാൻസ് കൂടുതൽ. ഈ ഒരു ബന്ധത്തിന്റെ ഫ്യൂച്ചർ ഔട്ട്കം എന്താണെന്ന് ചോദിക്കുമ്പോൾ വന്നിരിക്കുന്ന കാർഡ് 6 ഓഫ് സോർട്സ് ആണ്. ഈ ഒരു കാർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ശരിക്കും ഒരു സിറ്റുവേഷൻ ക്ലാരിറ്റി വരും എന്ന് തന്നെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ ഗ്രാജുവലി കുറയാനുള്ള ചാൻസസ് ഉണ്ട്. തേർഡ് പാർട്ടിയെ കൊണ്ടുള്ള തലവേദന കാരണം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ശരിക്കും മെന്റൽ പേസ് ചൂസ് ചെയ്യും. മെന്റൽ പേസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സമാധാനം എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളിലേക്ക് അവർ മടങ്ങി വരും. ഇത് ഒരു നാടകീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലീവ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റേബിൾ ഡയറക്ഷനിലേക്ക് നിങ്ങളുടെ വ്യക്തി വരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഈ ഒരു റീഡിങ്ങിന്റെ ഓവറോൾ സ്പ്രെഡ് നോക്കുമ്പോൾ സ്റ്റേബിൾ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗത്താണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ സങ്കടത്തിനും എല്ലാം തന്നെ ഉത്തരമുണ്ട് എന്ന് ഈ ഒരു റീഡിംഗ് കാണിച്ചു തരുന്നു. മനസ്സിലാക്കുക, കിങ് ഓഫ് സോർട്സ് അതുപോലെ തന്നെ 6 ഓഫ് സോർട്സ് ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ശരിക്കും ഡിസിഷൻ എടുക്കുന്നത് ഒരു ലോജിക്കൽ ബേസിലായിരിക്കും. ഇപ്പോഴവർ ഇമോഷൻസിന്റെ പുറകെയാണ്, ഒരു ക്ലാരിറ്റി ഇല്ല. അതുപോലെ തന്നെ ചില അട്രാക്ഷനകത്ത് പെട്ട് കുടുങ്ങിക്കിടക്കുന്നു. വളരെ ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻ മാത്രമേ നമുക്കൊരു ഇമോഷണൽ ക്ലാരിറ്റി ഇല്ല എങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവര് ഒരു ശരിക്കും സ്ലോ ക്ലാരിറ്റി ഫേസിലേക്ക് വരേണ്ടിയിരിക്കുന്നു. നിങ്ങൾ അവർക്ക് പുറകെ ചേസ് ചെയ്തു പോകുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അതാദ്യം നിർത്തുക. വളരെ കാമായി അതുപോലെ തന്നെ ഡിഗ്നിഫൈഡ് ആയിട്ട് തന്നെ നിങ്ങൾ നിൽക്കുക. നിങ്ങളുടെ പേഴ്സണ് ശരിക്കും ചേഞ്ച് ആവാനുള്ള സമയം അനുവദിച്ചു കൊടുക്കുക. അത് ചേസിങ്ങിലേക്കല്ല, ശരിക്കും നിങ്ങൾ നിങ്ങളുടെ സ്റ്റേബിൾ എനർജി ഹോൾഡ് ചെയ്ത് വെക്കുക. ക്യൂൻ ഓഫ് കപ്സ് പോലെയുള്ള സ്നേഹം വഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ സ്നേഹം തേടി പോകേണ്ടുന്ന ആളല്ല. നിങ്ങളിലേക്ക് സ്നേഹം അട്രാക്റ്റായി വരിക തന്നെ ചെയ്യും. പാസ്റ്റിലുണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ ആലോചിച്ച് മനസ്സ് വിഷമിച്ച് കാലങ്ങൾ കഴിക്കേണ്ടതില്ല. ഈ ഒരു പ്രസന്റിലേക്ക് വരിക. നിങ്ങളുടെ സന്തോഷങ്ങളുടെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക. നമ്മുടെ ഒരു ബന്ധത്തിലേക്ക് തേർഡ് പാർട്ടി എനർജി എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ശരിക്കും അവിടെ വെച്ച് നമ്മളെ സംശയിച്ചു തുടങ്ങും. ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നില്ലേ, ഞാൻ എന്നെ തന്നെ കൊടുത്തിരുന്നില്ലേ, എൻ്റെ എല്ലാ പ്രയോറിറ്റീസും മാറ്റിവെച്ച് ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഇൻവെസ്റ്റ് ചെയ്തില്ലേ, എന്നിട്ടും എന്നെ മനസ്സിലാക്കിയില്ലല്ലോ, ശരിക്കും എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഇങ്ങനെ 1000 ക്വസ്റ്റ്യനുകളാണ് മനസ്സിൽ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെയും ഒരു സമയം ശരിയല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു ഫേസിലേക്ക് നമ്മൾ വന്നു പോകുന്നത്. ഒരു മനുഷ്യൻ ജനിച്ച് ജീവിച്ച് മരിക്കുന്നതിനിടയിൽ നമ്മുടെ സന്തോഷങ്ങൾക്കൊപ്പം തന്നെ ഇതേപോലെയുള്ള ചില സങ്കടങ്ങളും കൂടി ചേരുന്നതാണ്
ഒരു ജീവിതം എന്ന് പറയുന്നത്. ഈ ഒരു സമയം ശരിക്കും ഒരു വാരിയറിനെ പോലെ നിൽക്കുക, പൊരുതുക. നമുക്കും ജീവിച്ചേ മതിയാകൂ. നിങ്ങളുടെ സ്നേഹം അർഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിന് നന്ദി പറയുക. ഡെയിലി ഡിവൈൻ ടാരോട്ട് ഗൈഡൻസിനായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ജീവിതത്തിനെ സംബന്ധിച്ച് ഒരു നിർണായക തീരുമാനം എടുക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് അത്യാവശ്യമാണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും വെച്ച് ജാതകം ഉൾപ്പെടെ പരിശോധിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടാരോട്ട് റീഡിംഗ് ഗൈഡൻസിനായി എൻ്റെ പേഴ്സണൽ റീഡിംഗ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. എൻ്റെ ദിവസേനയുള്ള പ്രത്യേക പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളെ എൻ്റെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ബന്ധത്തിന് എല്ലാവിധ സമാധാനവും സന്തോഷവും തന്നനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.